ആസ്മ രോഗം പരിപൂർണമായി പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ലോകത്ത് വളരെയധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആസ്മ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ആസ്മ രോഗം അധികവും അലർജി കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ശരിയായ രീതിയിലുള്ള ശ്വസനം നടക്കാത്തതും ഒരു കാരണമാണ്. ഉദാഹരണത്തിന്, നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോൾ ആദ്യത്തെ കരച്ചിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ശ്വാസം. അന്ന് മുതൽ നമ്മൾ അവിടെ വലിച്ചു. ആ ശീലം കൊണ്ടാണ് ഇപ്പോൾ ശ്വാസം വലിക്കുന്നത്. അല്ലാതെ നമുക്കൊരു ട്രെയിനിങ്ങോ ഒരു നന്നായി ശ്വാസം കഴിക്കേണ്ടതായിട്ടുള്ള ടെക്നിക്കോ ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണ്. ആ രീതിയുടെ പിഴവും പലപ്പോഴും ഈ ആസ്മ രോഗികളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ പുതിയൊരു തെറാപ്പി തുടങ്ങിയിട്ടുണ്ട്, റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി. ഈ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്വാസം എടുക്കാൻ വേണ്ടതായിട്ടുള്ളൊരു തെറാപ്പിയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു മിനിറ്റിൽ 15 തവണയാണ് ശ്വാസം എടുക്കുക. അങ്ങനെ ഒരു ദിവസം കണക്കൂട്ടുകയാണെങ്കിൽ 21,500 പ്രാവശ്യം മിനിമം, എണ്ണം കൂടുള്ളൂ കുറയില്ല, ശ്വാസം വലിക്കും. ഓരോ വലിക്കുന്നതിലും നമുക്കൊരു 350 ml മുതൽ 500 ml വരെ വലിക്കാൻ പറ്റും. പക്ഷേ പലരും ഈ 350 ml കുറച്ച് മാത്രം ശ്വാസം എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അധികം. അവരുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും? അവരുടെ ബോഡിയിൽ വരുന്ന വായുവിൽ നിന്നുള്ള ശ്വാസകോശം എടുക്കുന്ന ഓക്സിജൻ മാത്രമാണ് അവരുടെ ദേഹാസകലമുള്ള 10 ട്രില്യൺ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്താമെന്നാണ്. ഈ എല്ലാ കോശങ്ങളിലും ഓക്സിജൻ വേണ്ടത്ര ഹൈ ലെവലിൽ ഉള്ളപ്പോഴാണ് എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനവും നന്നാവുക. കോശങ്ങളുടെ പ്രവർത്തനം പെർഫെക്റ്റായി കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ആരോഗ്യവും കൂടും. നമ്മുടെ ആരോഗ്യം നിൽക്കുന്നത് ശ്വാസം വലിക്കുന്നതില്ല. അത് വെറും 350 ml വലിച്ചിട്ട് നോക്കാം, 400-ലാവാം, 450-ലാവാം, 500-ലാവാം, ഏതിലും ആവാം. അപ്പോൾ എന്തുതന്നെയായാലും 350 ml ശ്വാസം മാത്രം ഓരോ ശ്വാസത്തിലും വലിക്കുന്ന ഒരാളും 500 ml കൂടുതൽ ശ്വാസം വലിക്കുന്ന ആളുകളും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ 500 ml വലിക്കുന്ന ആൾക്കാരുടെ കോശങ്ങളിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടാവുകയും അതിനാൽ തന്നെ അവരുടെ ആരോഗ്യം കൂടുകയും ചെയ്യും. ഇത് പ്രകടമായി കാണുന്നത് സ്പോർട്സ് ആളുകളിലാണ്. സ്പോർട്സുകാരൊക്കെ അവർ ഇൻറ്റൻസ് ട്രെയിനിങ് പരിശീലനം കിട്ടിയ ആൾക്കാരാണ് എങ്ങനെ ശ്വാസം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ 500 കൂടുതലോ ശ്വാസം എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ കോശങ്ങളിൽ ഓക്സിജൻ കൂടുതൽ എത്തുകയും അവർക്ക് വളരെയധികം ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സ്പോർട്സുകാരുടെ ഇടയിൽ ആസ്മ രോഗം വളരെ അപൂർവമാണ്. കാരണം അവരത്രയും ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന ഈ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പിനേക്കാളും മുന്നിൽ ഹൈ ലെവൽ എക്സസൈസുകൾ ചെയ്ത് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളൊരു ആസ്മ രോഗിയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കണമെങ്കിൽ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി എന്ന ചികിത്സാ രീതി ഉപയോഗിക്കുക. ഈ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് ശ്വാസം കഴിക്കുക, ദീർഘമായി ശ്വാസം കഴിക്കുക. അങ്ങനെ ഗ്രാജുവലായിട്ട് ബോഡിക്ക് അതിൻ്റെ ട്രെയിനിങ് കിട്ടണം. ശ്വാസം എന്ന് പറഞ്ഞാൽ 3 തരം ശ്വാസമാണുള്ളത്. ഒന്ന് വയറുണ്ട്, ശ്വാസം എടുക്കുമ്പോൾ പുറത്തേക്ക്, വിടുമ്പോൾ അകത്തേക്ക്, എടുക്കുമ്പോൾ പുറത്തേക്ക്, വിടുമ്പോൾ അകത്തേക്ക്. അതുപോലെ തന്നെ നെഞ്ചും അകത്തേക്ക് പോകുമ്പോൾ വികസിക്കുന്നു, പുറത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു സപ്പോർട്ട് ഷോൾഡർ ബാക്കോട്ട് വരുമ്പോഴും വരുന്നുണ്ട്. ഈ 3ൻ്റെയും സമന്വയമായിട്ടുള്ളൊരു ശ്വാസം എടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വേണ്ടത്ര ശ്വാസം കിട്ടുകയും വേണ്ടത്ര ദീർഘശ്വാസം 500 ml വീതം എടുക്കുന്ന ശ്വാസമായി മാറുകയും എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തുകയും കൂടുതൽ ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അലർജിക്ക് വേണ്ടതായ ട്രീറ്റ്മെൻറ്റും വേണം. ട്രീറ്റ്മെൻറ്റിനേക്കാൾ പ്രധാനമാണ് അലർജിയോട് പ്രതികരിക്കേണ്ട രീതികളും ഈ അലർജിക്ക് വേണ്ടി ശീലിക്കേണ്ട ചിട്ടകളും അലർജിക്ക് വേണ്ടി ശീലിക്കേണ്ട മാർഗങ്ങൾ. ഉദാഹരണത്തിന്, ചിലർക്ക് കൊഞ്ച് കഴിച്ചാൽ ശ്വാസം മുട്ട് വരും. ആൾക്കാർ കൊഞ്ച് കഴിക്കേണ്ട വെച്ചാൽ പോരെ. അങ്ങനെ എന്താണോ അലർജി എന്ന് കണ്ടെത്തുകയും അതിപ്പോൾ ടെസ്റ്റുകളുണ്ട്, സൂചി കുത്തിയിട്ടുള്ള വേറെ ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചെയ്താൽ എന്തൊക്കെയാണ് അലർജി എന്ന് കണ്ടെത്താനും ആ അലർജിക്കുള്ള കാരണം ഇല്ലാണ്ടാക്കാനും പറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ 10-25 കൊല്ലം ആസ്മ രോഗിയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സാധാരണഗതിയിൽ കൊല്ലത്തിൽ 2-3 തവണ ഹോസ്പിറ്റലൈസ്ഡ് ആവാറുണ്ടായിരുന്നു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം അയാൾ ഏകദേശം 15 കൊല്ലത്തോളം ജീവിച്ചിരുന്നു. 15 കൊല്ലത്തിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോയി വന്നിരുന്നില്ല. അതിന് കാരണം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് അലർജി ആയിരുന്നു കാരണം. അദ്ദേഹത്തിൻ്റെ അലർജി ഓർക്കിഡ് പൂക്കളുടെ പൂമ്പൊടിയോടായിരുന്നു.
ഇയാളുടെ ഭാര്യയ്ക്ക് എൻ്റെ ഹോബിയായിരുന്നു ഓർക്കിഡ് കൃഷി. അപ്പം ഓർക്കിഡ് പൂപ്പൊടികൾ അലർജിയുള്ള ഒരാളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഓർക്കിഡുകൾ പൂത്താൽ അതാവും. അദ്ദേഹം ഈ ഒറ്റ മാറ്റവും പിന്നെ ചികിത്സയും ഈ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പിയും കാരണം പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. ഇത് നിങ്ങൾക്കും സാധ്യമാണ്. ആസ്മ ഭയപ്പെടേണ്ട. ആസ്മയെ മനസ്സിലാക്കി അറിഞ്ഞ് ജീവിക്കുകയും അറിഞ്ഞ് ശ്വാസം കഴിക്കുകയും ചെയ്യണം. 3 തരം ശ്വാസം ഞാൻ പറഞ്ഞല്ലോ. വയറ് ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക്, വിടുഭാഗത്തേക്ക്. അതുപോലെ എടുക്കുമ്പോൾ നെഞ്ച് വികസിക്കുന്നു, വിടുഭാഗത്തേക്ക്. അതുപോലെ ലേശം ഷോൾഡർ. ഇത് 3ൻ്റെയും റൈറ്റ് കോമ്പിനേഷൻ റൈറ്റ് സമയത്ത് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് ആണ് റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി. നിങ്ങൾക്കും നിങ്ങളുടെ ആസ്മ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.